വെൽക്കം ടു അനദർ ന്യൂ ലെസൺ. അപ്പം ഇത് ജോഗ്രഫിയുടെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ മോഡ്യൂളാണിത്. അതാണ് ക്ലൈമറ്റോളജി ആണ് ആ ഒരു മോഡ്യൂളിന്റെ പേര്. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് കവർ ചെയ്യാനുള്ള ടോപ്പിക്സ് എന്ന് നമുക്ക് ക്വിക്ക് ആയിട്ട് ഒന്ന് നോക്കാം. ഇപ്പം മോഡ്യൂൾ 2 ക്ലൈമറ്റോളജിയിൽ നിന്ന് 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരിക. അതായത് രണ്ട് ചോദ്യങ്ങളാണ് ഇതിനകത്ത് നിന്ന് വരിക. എന്നാൽ അത്യാവശ്യം നല്ല ഒരു ഏരിയ നമുക്ക് കവർ ചെയ്യാനും ഉണ്ട്. ഇനി ഒരു കാര്യം കൂടെ മനസ്സിൽ വെക്കുക, ഇത് നമ്മുടെ ഡിഗ്രി ലെവൽ കോമൺ എക്സാമിന് വരുന്ന തരത്തിലുള്ള ഒരു സിലബസ് അല്ല ഇത്. അപ്പോ ഇതിനകത്തുനിന്ന് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ടോപ്പിക്സ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. പക്ഷെ ക്ലൈമറ്റോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഡിഗ്രി ലെവലിന് വരുന്ന ആ ഒരു സിലബസിന്റെ ഭാഗമല്ല. അപ്പൊ ഇത് സ്പെസിഫിക് ആയിട്ട് ഇത് ഇങ്ങനെ തന്നെ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആദ്യത്തെ ടോപ്പിക് നോക്കിയേ, അറ്റ്മോസ്ഫിയർ, അതിന്റെ കോമ്പസിഷൻ ആൻഡ് വെർട്ടിക്കൽ സ്ട്രക്ചർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. ഇപ്പൊ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അന്തരീക്ഷം അല്ലേ, ആൻഡ് ആ ഒരു അന്തരീക്ഷത്തിന്റെ ഘടനയാണ് ആ ഒരു കോമ്പസിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു വെർട്ടിക്കൽ സ്ട്രക്ചർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ലംബ തലത്തിലുള്ള അതിന്റെ വിന്യാസം, ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മളോട് പഠിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് നമുക്കുള്ളത് വെതർ ആൻഡ് ക്ലൈമറ്റ് ആണ്. വെതർ ആൻഡ് ക്ലൈമറ്റിൽ എലിമെന്റ്സ് ഓഫ് വെതർ ഉണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ വെതർ ആൻഡ് ക്ലൈമറ്റ്, എന്താണ് വെതർ എന്താണ് ക്ലൈമറ്റ് എന്നുള്ളതിന്റെ ആ ഒരു വ്യത്യാസം അറിഞ്ഞിരിക്കണം, ആൻഡ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്ലൈമറ്റ്. അപ്പൊ എന്താണ് ആ ഒരു വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്, വെതർ എന്ന് പറയുമ്പോൾ കാലാവസ്ഥ, ആൻഡ് ക്ലൈമറ്റ് നമ്മൾ അതിന്റെ തത്തുല്യമായ മലയാളം വാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഋതുഭേദം എന്ന് പറയുന്നത് അല്ലെ, അതാണ് വെതർ ആൻഡ് ക്ലൈമറ്റ് എന്നുള്ളതിന്റെ. അത് നമ്മൾ മലയാളം മീഡിയത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പൊ കാലാവസ്ഥയുടെ ഘടനകൾ, പിന്നെ കാലാവസ്ഥയും ഋതുഭേദവും തമ്മിലുള്ള വ്യത്യാസം, അതേപോലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഇത്രയാണ് നമുക്ക് ഇതിനകത്തുള്ളത്. മൂന്നാമത്തെ നോക്കിയേ, ടെമ്പറേച്ചർ ആൻഡ് എയർ പ്രഷർ ആൻഡ് ദിയർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോ താപനില അല്ലെ, വായു സമ്മർദ്ദം, അതാണ് എയർ പ്രഷർ എന്ന് പറയുന്നത്. എന്നിട്ട് അത് എങ്ങനെയാണ് അതിന്റെ വിതരണം നടക്കുക എന്നുള്ളത്. ഇനി അടുത്ത ടോപ്പിക് നോക്കിയേ, ഹീറ്റ് ബഡ്ജറ്റ് ഓഫ് ദി എർത്ത്. ഭൂമിയുടെ താപ ബാലൻസിനെയാണ് ഹീറ്റ് ബഡ്ജറ്റ് എന്നുള്ള ആ ഒരു വാക്കുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകളെ കുറിച്ച് പഠിക്കാനുണ്ട്, ആൻഡ് വിൻഡ് സിസ്റ്റംസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു പ്ലാനറ്ററി വിൻഡ്സ്. അപ്പൊ വിൻഡ് സിസ്റ്റംസ് പഠിക്കണം, അതിനകത്ത് നമ്മളൊരു പ്രത്യേക ഊന്നൽ നൽകണം ഈ ഒരു പ്ലാനറ്ററി വിൻഡ്സിന്. അപ്പോ ആ ഒരു എന്താ പറയേണ്ടത്, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആഗോള മർദ്ദമേഖലകൾ, അതാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലേ. എന്നിട്ട് മറ്റത് നമുക്ക് വിൻഡ് സിസ്റ്റംസ്, കാറ്റിന്റെ ആ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് എന്തിനാണ് ഇവിടെ ഊന്നൽ കൊടുക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്, ആ ഒരു ആഗോള തലത്തിൽ വീശുന്ന കാറ്റുകളെ മുൻനിർത്തണം, അതാണ് പ്ലാനറ്ററി വിൻഡ്സ് എന്ന് പറയുന്നത് അല്ലെ. ഇനി അടുത്തത് നമുക്ക് ക്ലൈമറ്റ് ആൻഡ് റെയിൻഫോൾ ആണ് നോക്കേണ്ടത്. അപ്പൊ ടൈപ്സ് ഓഫ് റെയിൻഫോളും വരുന്നു, അതിന്റെ ഡിസ്ട്രിബ്യൂഷനും അവിടെ വരുന്നു. അപ്പൊ കാലാവസ്ഥയും മഴയും, ആൻഡ് മഴയുടെ ആ ഒരു വിവിധ തരങ്ങളാണ് ആ ഒരു ടൈപ്സ് ഓഫ് റെയിൻഫോൾ എന്ന് പറയുന്നത്. എന്നിട്ട് അതെങ്ങനെ വിതരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. And finally we have monsoon. മൺസൂണിന്റെ മെക്കാനിസം, അതിന്റെ സവിശേഷതകളാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ആൻഡ് സിഗ്നിഫിക്കൻസ്, അതിന്റെ ആ ഒരു പ്രാധാന്യം അല്ലെ. മൺസൂൺ എന്ന് പറഞ്ഞാൽ ശരിക്കും മഴയാണോ, അല്ലെങ്കിൽ മഴ എന്ന് തന്നെയാണോ മൺസൂൺസ് എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതെ. സോ what we will do is, നമ്മൾ ഈ ഒരു ക്ലൈമറ്റോളജിയുടെ ഈ ഒരു ലെസൺ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ കോൺസെപ്റ്റ്സ് ഒക്കെ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കഥ പോലെ നമുക്ക് അതിന്റെ പിന്നിലെ കോൺസെപ്റ്റ് നമുക്ക് പഠിച്ചു പോകാം. നമ്മൾ ഇതിനെ ഐസൊലേറ്റഡ് ഫാക്റ്റുകളായിട്ട് ഈ ഒരു സമയത്ത് അതിനെ കരുതുന്നില്ല. നമ്മൾ പിന്നീട് റിവിഷൻ നടത്തുന്ന ആ ഒരു സമയത്ത് ഇതിനെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകളാക്കിയും ക്വസ്റ്റ്യൻസ് ആക്കിയും നമുക്ക് കാണാം. അപ്പോ ഇതിന്റെ കഥ ചുരുക്കത്തിൽ എന്ന് പറയാനാണെങ്കിൽ, ഈ അറ്റ്മോസ്ഫിയർ എന്ന് നമ്മുടെ അന്തരീക്ഷം എന്ന് പറയുന്നത്, അന്തരീക്ഷത്തിന് സോളാർ എനർജി ലഭിക്കുന്നു, അതാണ് വെയിലിലൂടെ ആ ഒരു ഇത് വരുന്നത് സോളാർ എനർജി തന്നെയാണ് അല്ലെ. ആൻഡ് ഈ എനർജിയുടെ ഒരു പ്രത്യേകത എന്താണ്, അത് ഭൂമിയിൽ എല്ലായിടത്തും ഒരേപോലെ എത്തുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഒരു അൺഈവൻ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെ. അപ്പോ ചില ഏരിയാസില് ചൂട് കൂടുതലായിരിക്കും മറ്റ് ഏരിയാസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പൊ അങ്ങനെ വരുമ്പോ താപനിലയിൽ ഒരു വ്യത്യാസം അവിടെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം അല്ലെ.
അപ്പൊ ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രഷർ എന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് ഈ പ്രഷറിലെ വ്യത്യാസങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ് തന്നെയാണ്. അപ്പൊ ഒരിക്കൽ ഈ പ്രഷർ ഡിഫറൻസസ് രൂപപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോഴാണ് വായു സഞ്ചരിക്കാനായിട്ട് തുടങ്ങുന്നത്, അല്ലെങ്കിൽ വായു നീങ്ങാനായിട്ട് തുടങ്ങുന്നത്. അപ്പൊ എവിടെ നിന്നാണ്? ഒരു ഹൈ പ്രഷർ ഏരിയാസിൽ നിന്ന് ലോ പ്രഷർ ഏരിയാസിലേക്കാണ് വായുവിന്റെ ആ ഒരു സഞ്ചാരം എപ്പോഴും വരിക. ഈ ഒരു വായു സഞ്ചാരത്തെയാണ് നമ്മൾ വിൻഡ് എന്ന് പറയുന്നത്, അല്ലെ? പിന്നെ ആ ഒരു എർത്തിന്റെ റൊട്ടേഷൻ, ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്, അല്ലെ? അപ്പൊ ഈ ഒരു എർത്തിന്റെ റൊട്ടേഷൻ ആക്ച്വലി ഈ ഒരു മൂവിങ് എയറിന്റെ ഡയറക്ഷനെ അത് ചേഞ്ച് ചെയ്യും. ആ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ മൂവ് ചെയ്യുന്ന എയറിന്റെ ഡയറക്ഷനെ അത് ചേഞ്ച് ചെയ്യും. ഇതിനെയാണ് കോറിയോളിസ് എഫക്ട് എന്ന് വിളിക്കുന്നത്. അപ്പോ എയർ മുകളിലേക്ക് പോകുമ്പോ അത് എക്സ്പാൻഡ് ചെയ്യുന്ന, അതേപോലെ അതിന്റെ ടെമ്പറേച്ചറും കുറയുന്നു. ഇതുകൊണ്ടാണ് നമ്മൾ മലമുകളിൽ പോകുമ്പോൾ നമുക്ക് അവിടെ തണുപ്പ് അനുഭവപ്പെടാനായിട്ട് സാധിക്കുന്നത്, അല്ലെ? അപ്പോ ഈ എയറില് മോയ്സ്ചർ ഉണ്ടെങ്കിലോ, മോയ്സ്ചർ ഉണ്ടെങ്കിൽ അവിടെ കണ്ടൻസേഷൻ നടക്കും, ക്ലൗഡ്സ് രൂപപ്പെടും, മേഘങ്ങൾ രൂപപ്പെടും, ആൻഡ് റെയിൻഫോൾ ഉണ്ടാകും. ഇപ്പൊ സൗത്ത് ഏഷ്യയുടെ മുകളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീസണൽ ഓർഗനൈസേഷൻ ഓഫ് ദി എൻറ്റയർ സിസ്റ്റം, ആൻഡ് ആ ഒരു ഓർഗനൈസേഷൻ ആണ് ഈ റെയിൻഫോൾ, അല്ലെങ്കിൽ ദാറ്റ് ഇസ് വാട്ട് പ്രൊഡ്യൂസസ് മൺസൂൺ. അപ്പൊ നമ്മുടെ ഈ ഒരു മോഡ്യൂളിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അതിന്റെ ആ ഒരു ബേസിക് ചെയിൻ എന്ന് പറയുന്നത് ഈസ് കോമ്പോസിഷൻ, അത് നമ്മൾ പഠിക്കണം. ദെൻ വി സ്റ്റഡി ഹീറ്റ്, ദെൻ പ്രഷർ, then winds, then rainfall and monsoon. അപ്പൊ PSCയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രത്യേകം ഒരു കാര്യം ഓർത്തു വെക്കേണ്ടതെന്ന് പറയുന്നത്, എല്ലാ തരത്തിലുള്ള ഫാക്ച്വൽ പോയിന്റും ആ ഒരു ഫാക്ടിന്റെ പിന്നിലുള്ള മെക്കാനിസവും നമ്മുടെ മുന്നിൽ ഒരുപക്ഷെ ഒരു ചോദ്യമായിട്ട് വരാം. ഓക്കെ, അപ്പോ ഈ ലെസൺസിലൂടെ നമ്മൾ എയിം ചെയ്യുന്നത് ആ മെക്കാനിസം ആദ്യം എന്താണെന്ന് പഠിക്കുക, എന്നിട്ട് അതിനെ നമ്മൾ എക്സാം റെഡി PSC അസോസിയേഷൻസ് ആക്കി മാറ്റുക. എന്ന് പറഞ്ഞാൽ PSC എങ്ങനെ ഇതിനെ തിരിച്ചു മറിച്ച് ഒരു ചോദ്യമാക്കി കൊണ്ടുവരാം എന്നുള്ളത് നമ്മൾ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. സോ അതാണ് ആ ഒരു കുഞ്ഞു കഥ ഞാൻ അവിടെ പറഞ്ഞത്. ആൻഡ് നൗ ആ ഒരു സിലബസിന്റെ ആ ഒരു വൺ കണക്റ്റഡ് ലൂപ്പ് ഈ ഒരു സിലബസിനകത്തുണ്ട്. അപ്പൊ സിലബസിന്റെ ആ ഒരു സീക്വൻസ് നമ്മളൊന്ന് നോക്കിയെങ്കിലേ അത് നമുക്കൊന്നും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കത്തുള്ളൂ. അപ്പൊ ആദ്യം എന്താണ് നമ്മളോട് പഠിക്കാൻ പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് അറ്റ്മോസ്ഫിയർ തന്നെ എന്താണ് എന്നുള്ളതാണ്. അവിടെയാണ് അതിന്റെ ആ ഒരു കോമ്പോസിഷനും അതിന്റെ വെർട്ടിക്കൽ ലെയേഴ്സ് നമ്മളോട് പഠിക്കാനായിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ നീങ്ങുന്നത് ടു വെദർ ആൻഡ് ക്ലൈമറ്റ്, അല്ലെ? അപ്പൊ ഈ വെദർ ആൻഡ് ക്ലൈമറ്റ് നോക്കുന്ന സമയത്താണ് യു വിൽ ബി ഏബിൾ ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആ ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസും ലോങ് ടേം ആയിട്ടുള്ള ക്ലൈമറ്റിക് പാറ്റേൺസിന്റെയും ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മൾ ടെമ്പറേച്ചറിലേക്ക് കടക്കുന്നു, പ്രഷറിലേക്ക് കടക്കുന്നു, ആൻഡ് ഹീറ്റ് ബാലൻസിലേക്ക് കടക്കുന്നു. ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന എന്തിനാണ്? ഇതൊക്കെ എന്താ പറയേണ്ടത്, നമ്മുടെ ആ ഒരു വിൻഡിന്റെയും റെയിൻഫോളിന്റെയും ഫിസിക്കൽ ഫൗണ്ടേഷൻസ് ആണ് ഈ ടെമ്പറേച്ചറും പ്രഷറും ഹീറ്റ് ബാലൻസും എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഫൈനലി ഈ ഒരു മോഡ്യൂള് നമ്മളെ പ്ലാനറ്ററി വിൻഡ്സിലേക്ക്, അല്ലെ, അവിടത്തേക്ക് കൊണ്ടെത്തിക്കുന്നത്, ആൻഡ് റെയിൻഫോളിന്റെ ടൈപ്സും മൺസൂണും ഒക്കെ നോക്കാനായിട്ട് നമ്മളോട് പറഞ്ഞേക്കും, അല്ലെ? അപ്പൊ ഇവിടെ 5 കാര്യങ്ങൾ യൂഷ്വലി PSC ഇതിനകത്ത് നിന്ന് ടെസ്റ്റ് ചെയ്യാം. ഒന്നുകിൽ ഡെഫിനിഷൻസ് ചോദിക്കാം, അല്ലെങ്കിൽ അതിന്റെ പിന്നില് മെക്കാനിസം ചോദിക്കാം. ആകെ 2 ചോദ്യങ്ങളെ നമുക്ക് വരും. അപ്പൊ അത് ഒന്നുകിൽ ഡെഫിനിഷനിൽ നിന്ന് വരാം, അല്ലെങ്കിൽ മെക്കാനിസത്തിൽ നിന്ന് വരാം, അല്ലെങ്കിൽ അത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നു എന്നുള്ളതിൽ നിന്ന് വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിളിന്റെ രൂപത്തിൽ അത് വരാം. ഇനി അതും അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ആ ഒരു ചോദ്യം വരാം എന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോ പറയാനാണെന്നുണ്ടെങ്കിൽ ടോപ്പോസ്ഫിയറിനെ കുറിച്ചുള്ള ഒരു ചോദ്യം ഒന്ന് വിചാരിക്കുക. മേ ബി അതിന്റെ ഹൈറ്റ് ആയിരിക്കും ചോദിക്കുക, അതൊരു ഫാക്റ്റ് ആണ്, അല്ലെ? അതിന്റെ ടെമ്പറേച്ചറിന്റെ ട്രെൻഡ് എന്താണെന്ന് ഒരു പക്ഷേ ചോദിക്കാം.
ഇനി അതുമല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു വെതർ അവിടെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ വൈ മോസ്റ്റ് വെതർ ഒക്കേഴ്സ് ദെയർ എന്നുള്ള ആ ഒരു ചോദ്യം വരാം. ഇനി മൺസൂണിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു മൺസൂൺ എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ, അപ്പൊ അത് അവിടെ ഡെഫിനിഷനിലേക്ക് പോകും. അതേപോലെ സീസണൽ വിൻഡ് റിവേഴ്സലിനെ കുറിച്ച് ചോദിക്കാം, സീസണൽ വിൻഡിന്റെ റിവേഴ്സലിനെ കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ വെറുതെ ഹെവി റെയിൻഫോളിനെ പറ്റി ചോദിക്കാം. അപ്പോ ഏത് തരത്തിലുള്ള ചോദ്യം വന്നിരുന്നാലും ശരി, ഈ ഒരു സീക്വൻസ് നമ്മൾ ഫോളോ ചെയ്ത് ഇതിലെ ഇവന്റുകളെല്ലാം കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. അപ്പൊ പിന്നെ ഏത് തരത്തിലുള്ള ഒരു ചോദ്യം വന്നിരുന്നാലും അതിനെ നമുക്ക് കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നൗ ലെറ്റ് us quickly see ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് അതിന്റെ പണി, അല്ലെങ്കിൽ വാട്ട് ഇസ് ഇറ്റ്സ് റോൾ. ഓക്കെ, അപ്പോ അറ്റ്മോസ്ഫിയർ ബേസിക്കലി ഇറ്റ് പ്രൊട്ടക്ട്സ് ആൻഡ് റീഡിസ്ട്രിബ്യൂട്ട്സ്. അപ്പോ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നമുക്കതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാനാണെങ്കിലോ, നമ്മുടെ ഈ ഭൂമിയുടെ ചുറ്റാകെയുള്ള ഒരു ഗ്യാസുകളാൽ നിറഞ്ഞ ഒരു എൻവലപ്പാണ് ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനിഷൻ നോക്കാനാണെങ്കിൽ അറ്റ്മോസ്ഫിയർ ഇസ് ദ gaseous envelope surrounding the earth. ഇതൊക്കെ നിങ്ങളുടെ നോട്ട്സിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിനെ ഭൂമിയിലേക്ക് പിടിച്ചു നിർത്തുന്നത് എന്താണ്? ഭൂമിയുടെ ആ ഒരു ഗ്രാവിറ്റി തന്നെയാണ് ഇതിനെ പിടിച്ചു നിർത്തുന്നത്. ഞാൻ ഒരുപാടധികം മലയാളം ടേംസ് ഉപയോഗിക്കുന്നില്ല, കാരണം നിങ്ങളുടെ ചോദ്യ പേപ്പർ ഇംഗ്ലീഷിൽ തന്നെയാണ് വരാൻ പോകുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഒരു മലയാളം തർജ്ജമ ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം എന്നുള്ളത് മാത്രം. അപ്പോ ഇതിനെ ആ ഒരു എർത്തിന്റെ ഗ്രാവിറ്റി തന്നെയാണ് ഈ ഒരു അറ്റ്മോസ്ഫിയറിനെ ആ ഒരു നിലയ്ക്ക് പിടിച്ച് നിർത്തുന്നത്. ആൻഡ് ഇതിന്റെ ഉയരം കൂടുന്നതനുസരിച്ച് അല്ലെ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് അതിന്റെ ഡെൻസിറ്റി കുറയും. അതായത് അത് തിന്നായി, അതിന്റെ ഘനം കുറഞ്ഞു. ഘനം വെയിറ്റ് അല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, അതിന്റെ ആ ഒരു കട്ടി അവിടെ കുറഞ്ഞു വരും. ഇറ്റ് ബിക്കംസ് തിൻ എന്നുള്ളത്. അപ്പോ ഇനി ഇതിന് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു അപ്പർ ബൗണ്ടറി ഇല്ല എന്ന് ഓർക്കുക. അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്ന് അറ്റ്മോസ്ഫിയർ അങ്ങ് അവസാനിക്കുന്ന അങ്ങനത്തെ ഷാർപ്പായിട്ടുള്ള ഒരു ബൗണ്ടറി അതിനില്ല. പകരം എന്താണ് സംഭവിക്കുന്നത്? പ്രഷറും ഡെൻസിറ്റിയും ഗ്രാജുവലി കുറഞ്ഞുകൊണ്ടേയിരിക്കും ഇത് മുകളിലേക്ക് പോകുന്നതനുസരിച്ച്. അങ്ങനെ വന്ന് അതങ്ങ് അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫങ്ഷൻസ് നമ്മൾ നോക്കിയാലോ? ശരി, ഇവിടെ അറ്റ്മോസ്ഫിയർ എന്താണ് ചെയ്യുന്നത്? ഭൂമിയില് ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരം ഗ്യാസുകളും ഈ അറ്റ്മോസ്ഫിയർ ആണ് സപ്ലൈ ചെയ്യുന്നത്. സ്പെസിഫിക്കലി നമുക്ക് ശ്വസിക്കുന്നതിന്, മൃഗങ്ങൾക്ക്, അതായത് നമ്മൾ ഉൾപ്പെടെ റെസ്പിറേഷന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്നു. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിലല്ലേ ചെടികളിൽ ഫോട്ടോസിന്തസിസ് നടക്കുകയുള്ളൂ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡും ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഇനി മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ഇത് ടെമ്പറേച്ചറിനെ മോഡറേറ്റ് ചെയ്ത് നിർത്തുന്ന. അതെങ്ങനെയാണ്? ഇറ്റ് അബ്സോർബ്സ്, റിഫ്ലെക്ട്സ് ആൻഡ് റീഡിസ്ട്രിബ്യൂട്ട്സ് എനർജി. അപ്പൊ എനർജി എന്ന് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് സൂര്യന്റെ ആ ഒരു പ്രകാശം തന്നെ വരുന്നത്, അത് ചൂടായിട്ടല്ലേ നമ്മൾ അനുഭവപ്പെടുന്നത്. അപ്പൊ ഈ ചൂടിനെ, ഈ ടെമ്പറേച്ചറിനെ ഇത് മോഡറേറ്റ് ചെയ്യും. നമുക്ക് ജീവിക്കത്തക്ക രീതിയിലുള്ള ഒരു ടെമ്പറേച്ചറിൽ കൊണ്ട് നിർത്തുന്നത് എങ്ങനെയാ? കുറേയധികം ചൂട് അറ്റ്മോസ്ഫിയർ ഒന്നുകിൽ അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ തിരിച്ച് റിഫ്ലക്ട് ചെയ്യും. ഇനി അതും അല്ലെങ്കിൽ അതിനെ മറ്റ് ഏരിയാസിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രവൃത്തിയും ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. And the atmosphere also carries moisture from oceans to land and supports the water cycle. ഇപ്പൊ വാട്ടർ സൈക്കിൾ എന്താണ് എന്നുള്ളത് നമ്മളോട് പഠിക്കാനായിട്ട് സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ല. അപ്പൊ വാട്ടർ സൈക്കിൾ എന്ന് പറയുമ്പം അത് ഒരു സൈക്കിൾ ആയിട്ട് തന്നെ അത് പ്രവർത്തിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ എന്റെ സർക്കിൾ ഇങ്ങനെ ഓവർലാപ്പ് ആയി പോയി. അപ്പോ ശരിക്കും ആ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. ഈ ലാൻഡിലുള്ള വെള്ളം, അതിപ്പം കടലാകാം ആൻഡ് നദിയിലെ വെള്ളമാകാം. ഈ വെള്ളം ഇവാപറേറ്റ് ചെയ്ത് അത് ക്ലൗഡിലേക്ക് വരുന്നു. അവിടുന്ന് പിന്നെ അത് റെയിൻ ആയിട്ട് താഴേക്ക് വരുന്നു. ആൻഡ് ഈ റൺഅവേ വാട്ടർ ഉണ്ടല്ലേ, ഓടിപ്പോകുന്ന വെള്ളം, മഴ പെയ്ത് ഓടിപ്പോകുന്ന വെള്ളം, അത് നദികളിലേക്കും പോണ്ടുകളിലേക്കും ഒക്കെ വരികയും അൾട്ടിമേറ്റ്ലി തിരിച്ചത് കടലിലേക്ക് വന്നു ചേരുന്നത്. അതിനെയാണ് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്.
അപ്പോ ഈ അറ്റ്മോസ്ഫിയർ തന്നെയാണ് കടലിൽ നിന്ന് ഭൂമിയിലേക്ക് ഈ ഒരു മോയിസ്ചറിനെ കൊണ്ടുവരുന്നത്. ആൻഡ് ഈ മോയിസ്ചർ ആണ് അൾട്ടിമേറ്റ്ലി ആ ഒരു റെയിൻ ആയിട്ട് നമുക്ക് തിരിച്ച് ലഭിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രക്രിയ നടന്നില്ല എങ്കിൽ നമുക്ക് മഴ കിട്ടില്ല എന്നുള്ളത് ഓർക്കുക. ഇനി ഇത് കൂടാതെ ഇതിന്റെ മറ്റൊരു ജോലി എന്ന് പറയുന്നത് ഈ ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാ വയലറ്റ് റേഡിയേഷൻ, UV റേഡിയേഷൻ എന്ന് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും അല്ലെ. അപ്പൊ UV റേഡിയേഷൻ, സൂര്യനിൽ നിന്ന് വരുന്ന ആ അൾട്രാ വയലറ്റ് റേഡിയേഷനെ ഇത് ഫിൽറ്റർ ചെയ്ത് മാറ്റും എന്നുള്ളതാണ്. ഫിൽറ്റർ ചെയ്ത് മാറ്റുന്നതിനോടൊപ്പം ചെറിയ ചെറിയ മെറ്റീരിയോയിഡ്സ് ഒക്കെ ഉണ്ടാകും. ആ മെറ്റീരിയോയിഡ്സ് ആകാശത്ത് നിന്ന് വരുന്ന സംഗതികളാണല്ലോ അത്. അപ്പൊ ചെറുതിനെയൊക്കെ ഇത് അങ്ങ് കത്തിച്ച് കളയും. ഇറ്റ് ബേൺസ് ഇറ്റ് ഓഫ് സോ ദാറ്റ് അത് ഭൂമിയുടെ സർഫസിൽ എത്തില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഐഡിയ എന്ന് പറയുന്നത്, അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മൾ കൊട പിടിക്കുന്നത് പോലെയുള്ള ഒരു പാസീവ് ആയിട്ടുള്ള ഒരു കവർ അല്ല, വെറുതെ ഒരു കവർ ഇട്ട് മൂടി വെച്ചിരിക്കുകയല്ല. ആ കവറിന് ജീവനുണ്ട് എന്ന് ഓർക്കുക. അത് വളരെയധികം ഡൈനമിക് ആയിട്ടുള്ള ഒരു ഹീറ്റ് ആൻഡ് മോയ്സ്ചർ ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ലോവർ അറ്റ്മോസ്ഫിയർ ആണ് ആ ഒരു വെതർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതേസമയം ഈ അപ്പർ ലെയേഴ്സ് ഉണ്ടല്ലോ, ഈ അറ്റ്മോസ്ഫിയർ തന്നെ പല ലെയേഴ്സിലായിട്ടാണ് വരുന്നത്. അതിന്റെ ലോവർ ലെയർ ആണ് വെതർ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് അപ്പർ ലെയേഴ്സിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ഇന്ററാക്ട് വിത്ത് ആ ഒരു റേഡിയേഷനുമായിട്ടും സോളാർ പാർട്ടിക്കിൾസുമായിട്ടും ഒക്കെ ഇന്ററാക്ട് ചെയ്യുന്നത് അതിന്റെ മുകളിലോട്ടുള്ള ലെയേഴ്സ് ആണ്. ഓക്കെ, നൗ ലെറ്റ് us quickly look at, അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നല്ലേ ഈ ഒരു എയർ ഓക്സിജൻ ഉണ്ട് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഡ്രൈ എയറിന്റെ കമ്പോസിഷൻ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അറ്റ്മോസ്ഫിയറിലുള്ള സംഗതിയാണല്ലോ എയർ എന്ന് പറയുന്നത്. അപ്പോ ഡ്രൈ എയർ നിയർ ദ സർഫസ് ഇസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് നൈട്രജൻ ആൻഡ് ഓക്സിജൻ. അപ്പം ഭൂമിയുടെ സർഫസിന്റെ അടുത്തുള്ള ആ ഒരു ലെയറിലെ എയർ എന്ന് പറയുന്നത് ഡ്രൈ എയർ ആണ്. ആൻഡ് ആ ഒരു ഡ്രൈ എയറിൽ പ്രധാനമായിട്ടും നൈട്രജനും ഓക്സിജനുമാണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ്. ഈ കമ്പോണൻസ് ഓർത്ത് വെച്ചോളുക. കമ്പോണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം ഒരുപക്ഷെ നമ്മളോട് ചോദിക്കാം. 78.08% ഈ ഡ്രൈ എയറിന്റെ 78.08% നൈട്രജൻ ആണ്. ഓക്സിജൻ 20.95% ഓക്സിജൻ ഇതിനകത്ത് വരിക. അപ്പോ ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ തന്നെ എന്താ പറയേണ്ടത്, ഇറ്റ് ബിക്കംസ് 99% അല്ലേ. ആ ഒരു ഡ്രൈ എയറിന്റെ 99% നൈട്രജനും ഓക്സിജനുമാണ്. ഓക്കെ, അപ്പോ ഈ ആർഗൺ എന്ന് പറയുന്ന ഗ്യാസ് ഇസ് അബൌട്ട് 0.93%. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് 0.04%. എന്നാൽ അതിന്റെ ആ ഒരു ട്രെൻഡ് വേരി ചെയ്യും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ 0.93% ആർഗൺ ആണ്. ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് 0.04% ആണ്. 0.4% അല്ല, 0.04%. അപ്പോ നൈട്രജൻ എന്ന് പറയുമ്പോഴത്തേക്ക് റിലേറ്റീവ്ലി ഇറ്റ് ഇസ് ലെസ് റിയാക്റ്റീവ്. അത് റിലേറ്റീവ്ലി ലെസ് റിയാക്റ്റീവ് ആണ്. എന്നാൽ അതിന് ആ ഒരു നൈട്രജൻ സൈക്കിൾ നിലനിർത്തുന്നതിനാണ് അതിന്റെ ആ ഒരു പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത്. ഓക്സിജൻ ആണ് ആ ഒരു റെസ്പിറേഷന് വേണ്ടി, കമ്പഷന് വേണ്ടി, ഓക്സിഡേഷനെയൊക്കെ സഹായിക്കുന്നത് ഓക്സിജൻ ഗ്യാസ് ആണ്. ആർഗൺ ബേസിക്കലി ഒരു ഇനേർട്ട് ഗ്യാസ് ആണ്. ഇനേർട്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് കെമിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും അണ്ടർ നോർമൽ കണ്ടീഷൻസ്. നോർമൽ കണ്ടീഷൻസിൽ അത് കെമിക്കലി ഇനാക്റ്റീവ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ നോക്കിയാലോ, വളരെ ഒരു ചെറിയ പ്രൊപ്പോർഷനിൽ മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളൂ. പക്ഷേ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിലേ ഫോട്ടോസിന്തസിസ് നടക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ ആ ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് നിലനിൽക്കുകയുള്ളൂ. ഇനി ഒരു പോയിന്റ് നമ്മൾ ഇവിടെ ഒന്ന് ഓർത്തു വെക്കുക. അപ്പോ സ്മോൾ പെർസെന്റേജ് എന്ന് നമ്മൾ പറയുമ്പോ പ്രത്യേകം മനസ്സിലാക്കിക്കോ, അതിന്റെ പ്രാധാന്യം കുറവെന്നല്ല അവിടെ പറയുന്നത്. നമ്മൾ മീൻകറി വെക്കുമ്പോ അതിനകത്ത്
മസാലയെക്കാളും വളരെ ചെറിയ അളവിലേ നമ്മൾ ഉപ്പിടാറുള്ളൂ. ആ ഉപ്പ് അവിടെ ഇല്ലെങ്കിലും പ്രശ്നമാണ്, ആ അളവിനേക്കാളും കൂടിയാലും പ്രശ്നമാണ്. മുളക് പൊടി നമ്മൾ 2 ടീസ്പൂൺ ഇട്ടാൽ 1/2 ടീസ്പൂണോ അതിൽ താഴെയോ ആയിരിക്കും നമ്മൾ ഇടുന്ന ഉപ്പിന്റെ അളവെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ അളവ് കുറഞ്ഞു എന്നും പറഞ്ഞ് അതിന്റെ പ്രാധാന്യത്തിനൊട്ടും കുറവില്ല എന്നുള്ളത് നമ്മൾ ഇവിടെ ഓർത്തുകൊള്ളുക. നമുക്ക് യൂഷ്വലി നമ്മുടെ മനസ്സ് അങ്ങനെയാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. 0.04%, അതിന് വലിയ പ്രാധാന്യമൊന്നും കാണത്തില്ല. അങ്ങനെയല്ല ഇതിനെ നമ്മൾ കാണേണ്ടത്. ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ ഒരു ട്രേസ് ഗ്യാസ് എന്ന് പറയും. ട്രേസ് ഗ്യാസ്, TRACE, ചെറിയ ചെറിയ അളവിലും തോതിലും എന്നുള്ളതാണ് ഈ ട്രേസ് ഗ്യാസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ആ ഒരു അർത്ഥം. പക്ഷേ ഇത് ഭൂമിയുടെ ആ ഒരു റേഡിയേഷൻ ബാലൻസ് നിലനിർത്തുന്നതിനെ ഒരുപാടധികം സ്വാധീനിക്കുന്ന ഒന്നാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന ഈ ഒരു ട്രേസ് ഗ്യാസ്. ഓക്കെ, ഇനി ലെറ്റ് us see what's in the next slide. അപ്പൊ ഇവിടെ വേരിയബിൾ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ഔട്ട്സൈസ്ഡ് എഫക്ട്സ്. ഔട്ട്സൈഡ് എന്നല്ല. അപ്പൊ അറ്റ്മോസ്ഫിയറിന്റെ വേരിയബിൾ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് പെർമനന്റ് ഗ്യാസസ് ആണ്. ഇനി അതിനകത്ത് വേരിയബിൾ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻസ് അല്ലെ ഗ്യാസസ് ഉണ്ട്. അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന് വാട്ടർ വേപ്പർ ആണ് അല്ലെ. വാട്ടർ വേപ്പർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ വാട്ടർ വേപ്പർ ഒത്തിരി അധികം വേരി ചെയ്യും. അപ്പോ കോൾഡ് ആയിട്ടുള്ള തണുത്ത ഡ്രൈ എയർ ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും വാട്ടർ വേപ്പർ അവിടെ ഉണ്ടാവുകയില്ല. എന്നാൽ വളരെ വാം ആയിട്ടുള്ള ഹ്യൂമിഡ് ആയിട്ടുള്ള ആ ഒരു ട്രോപ്പിക്കൽ ആയിട്ടുള്ള എയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കേരളത്തിലെ ആ ഒരു അന്തരീക്ഷം പോലെ ഇറ്റ് മേ ഫോം several% of the air. ഓക്കെ, several% of the air എന്ന് പറഞ്ഞാല് ആ ഒരു എയറിന്റെ അത്യാവശ്യം നല്ലൊരു ഘടനയായി മാറും. അപ്പൊ ഡിഫറൻസ് ഇതാണ്. ചില ഭാഗങ്ങളില് ഈ വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് ഉണ്ടാകില്ല. എന്നാൽ ചില ഭാഗങ്ങളില് അത് ഹ്യൂമിഡ് ആയിട്ടുള്ള ട്രോപ്പിക് ആയിട്ടുള്ള വാം ആയിട്ടുള്ള ഏരിയാസിലോട്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് എയറിന്റെ ഒരു 5%, 10%, 2%, 70% അങ്ങനെയൊക്കെ ആയി മാറും. മനസ്സിലായില്ലേ? ആൻഡ് ഈ ഒരു വാട്ടർ വേപ്പറിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് ക്ലൗഡ്സ് ഫോം ചെയ്യുന്നതിന് വേണം, അതേപോലെ റെയിൻഫോൾ ഉണ്ടാകുന്നതിന് വേണം, ആ ഒരു ലാറ്റന്റ് ഹീറ്റ് ട്രാൻസ്ഫറിനും വേണം, ആ ഒരു ഗ്രീൻ ഹൗസ് എഫക്ട് നിലനിർത്തുന്നതിനും നമുക്ക് ഈ വാട്ടർ വേപ്പർ വേണം. ഓക്കെ, ഇനി നമ്മൾ ഓസോണിന്റെ കാര്യം പറയാനാണെങ്കിൽ ഓസോണിന് ഒരു ഡബിൾ റോൾ ഉണ്ട്. സ്ട്രാറ്റോസ്ഫിയറില് ഇത് ബെനഫിഷ്യൽ ആകും. ബിക്കോസ് ഈ ഒരു ഓസോൺ അവിടെ ഈ അൾട്രാ വയലറ്റ് റേഡിയേഷനെ, ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാ വയലറ്റ് റേഡിയേഷനെ ഈ ഓസോൺ ലെയർ ആണ്, അല്ലെ ഓസോൺ പാളിയാണ് അതിനെ അബ്സോർബ് ചെയ്യുന്നത്. എന്നാൽ ആ ഒരു ഗ്രൗണ്ടിന്റെ അടുത്തേക്ക് വരുമ്പോഴോ ഭൂമിയുടെ അടുത്തേക്ക് വരുമ്പോഴോ ഓസോൺ ഒരു എയർ പൊല്യൂട്ടന്റ് ആയിട്ട് മാറും. ആൻഡ് മനുഷ്യന്റെ ഹെൽത്തിനെ അത് എഫക്ട് ചെയ്യുകയും ചെയ്യും. ഇനി എന്താണ് ഈ എയറോസോൾസ്? അപ്പൊ വാട്ടർ വേപ്പർ ഒരു ഘടകമാണ്, ഓസോൺ മറ്റൊരു ഘടകമാണ്. Then we have aerosols. Aerosols എന്ന് പറയുന്നത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആണ്. ഡസ്റ്റ്, പൊടി എന്ന് നമ്മൾ പറയുന്നത്, സ്മോക്ക്, സീ സോൾട്ട്, അതേപോലെ പോളൻ എന്ന് പറഞ്ഞാൽ ഈ ചെടികളുടെയൊക്കെ അതിന്റെ പൂക്കളിൽ നിന്ന് വരുന്ന സബ്സ്റ്റൻസ് ആണ് പോളൻ എന്ന് പറയുന്നത് അല്ലെ. POLLEN, പോളൻ. അതേപോലെ വോൾക്കാനിക് പാർട്ടിക്കിൾസ്, ഇതൊക്കെയാണ് എയറോസോൾസിന്റെ ആ ഒരു ഭാഗമായിട്ട് വരുന്നത്. They act as condensation nuclei. കണ്ടൻസേഷൻ ന്യൂക്ലിയർ, അതായത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് രൂപപ്പെടാനായിട്ട് ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇത് റേഡിയേഷനെയും എഫക്ട് ചെയ്യുന്നു. എങ്ങനെയാണ്? ആ ഒരു ഒന്നുകിൽ അവര് ആ ഒരു സൂര്യന്റെ റേസിനെ അവര് റിഫ്ലക്ട് ചെയ്യും, അല്ലെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്യും. അങ്ങനെ അത് റേഡിയേഷനെയും സഹായിക്കുന്നു. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ ഓർത്തു വെച്ചോളുക, ഇത് പ്രധാനമായിട്ട് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാല് ഇത് വേരിയബിൾ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ്. എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറഞ്ഞാൽ ഒരു കൃത്യ അളവിൽ ഇത് എല്ലായിടത്തും ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതും ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസിൽ തന്നെയായിരിക്കും ഇത് ഉള്ളത്. പക്ഷേ അതിന്റെ ആ ഒരു ക്ലൈമറ്റിൽ കൊണ്ടുവരുന്ന ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഈസ് ലാർജ്.
അപ്പൊ ഒരു ചെറിയ പ്രൊപ്പോർഷൻ ഡസ് നോട്ട് മീൻ എ സ്മോൾ ക്ലൈമറ്റിക് റോൾ. അല്ല, ക്ലൈമറ്റിൽ അതിന് വലിയ ഒരു റോൾ ഉണ്ട് എന്ന് തന്നെ നമ്മൾ ഓർക്കണം. ഓക്കെ, അടുത്തത് ലെറ്റ് us look at thermal layering. ഇതാണ് അതിന്റെ ഹെഡിങ്. thermal layering uses temperature with height. ഓക്കെ, അപ്പോ അറ്റ്മോസ്ഫിയറിന്റെ ആ തെർമൽ ലെയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഇവിടെ ഈ ചർച്ച ചെയ്യുന്നത്. നോക്ക്, അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ പ്രധാനമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെ ആ ഒരു ടെമ്പറേച്ചർ മാറും, ആ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് എങ്ങനെ ടെമ്പറേച്ചർ മാറുന്നു എന്നുള്ളത് വെച്ചാണ് അത് അറ്റ്മോസ്ഫിയറിന്റെ ഏത് ലെയർ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കുന്നത്. അപ്പോ 4 മേജർ ആയിട്ടുള്ള തെർമൽ ലെയേഴ്സ് ഉണ്ട് അറ്റ്മോസ്ഫിയറിൽ. അതിൽ ആദ്യത്തേതാണ് ട്രോപ്പോസ്ഫിയർ. അപ്പോ ഈ രണ്ടാമത്തത് സ്ട്രാറ്റോസ്ഫിയർ, പിന്നെ മീസോസ്ഫിയർ, പിന്നെ തെർമോസ്ഫിയർ. ഇത്രയാണ് നമുക്കുള്ളത് 4 പ്രധാനപ്പെട്ട ലെയേഴ്സ്. ഈ 4 പേരുകൾ നമ്മൾ ഓർത്തു വെച്ചോളാം. ഈ ട്രോപ്പോസ്ഫിയറിൽ എന്താ സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ ഗ്രാജുവലി കുറയാൻ തുടങ്ങും ഹൈറ്റ് കൂടുന്നതനുസരിച്ച്. സ്ട്രാറ്റോസ്ഫിയറിലോ ടെമ്പറേച്ചർ വിൽ ഇൻക്രീസ് വിത്ത് ഹൈറ്റ്. കാരണം എന്താണ്? ഓസോൺ അവിടെ ആ ഒരു അൾട്രാ വയലറ്റ് റേഡിയേഷനെ, ഹീറ്റിനെ ഓസോൺ അബ്സോർബ് ചെയ്യുന്നു. ഇനി മീസോസ്ഫിയർ വരുമ്പോഴോ ആ ഒരു ടെമ്പറേച്ചർ വീണ്ടും അവിടെ കുറയാണ് മുകളിലേക്ക് പോകുന്നതനുസരിച്ച്. അപ്പോ അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ സ്ട്രോങ് ആയിട്ട് കൂടുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഗ്യാസസ് അബ്സോർബ് ഹൈ എനർജി സോളാർ റേഡിയേഷൻ. അറ്റ്മോസ്ഫിയറിലല്ല, തെർമോസ്ഫിയറിൽ. തെർമോ എന്ന് പറയുമ്പോഴത്തേക്ക് ചൂട് എന്ന് ആ ഒരു ഇത് വരുന്നത് അല്ലേ? അപ്പോ ഈ ഓരോ ലെയറിന്റെയും ഇടയിൽ ഒരു ബൗണ്ടറി ഉണ്ട്. ഈ ബൗണ്ടറിനെ വിളിക്കുന്നത് ദേ ആർ കോൾഡ് പോസസ്. പോസ്, നമ്മൾ മ്യൂസിക് പോസ് ചെയ്യുന്നില്ലേ, അതേപോലെ പോസസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോ ട്രോപ്പോപോസ്, സ്ട്രാറ്റോപോസ് ആൻഡ് മെസോസ്പോസ്. അപ്പൊ 4 ലെയറിന് 3 പോസ് മതിയല്ലോ അല്ലേ? അപ്പോ ഇതിന്റെ ഹൈറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ ഹൈറ്റ് നമുക്ക് ഏകദേശം അപ്രോക്സിമേറ്റ് എന്നേ പറയാനായിട്ട് കഴിയുള്ളൂ. കാരണം ലാറ്റിറ്റ്യൂഡ് മാറുന്നതനുസരിച്ച്, സീസൺ മാറുന്നതനുസരിച്ച്, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് മാറുന്നതനുസരിച്ച് ഇതിന്റെ ഹൈറ്റും മാറും. ഓക്കെ, ഐ തിങ്ക് ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഒന്നും കൂടെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ ഒരു ഇമേജ് വെച്ച് ലെറ്റ് മി ജസ്റ്റ് ട്രൈ ആൻഡ് എക്സ്പ്ലെയിൻ. കാരണം ഇവിടെ ഈ ഒരു കോൺസെപ്റ്റ് നമ്മളൊന്ന് ക്ലിയർ ആക്കി ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു മോഡ്യൂളിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പോ ഈ ഒരു അറ്റ്മോസ്ഫിയറിന്റെ തെർമൽ ലെയറിംഗ് ആണ് ഇവിടെ ഈ കാണുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ഇമേജിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് ആ ഒരു അറ്റ്മോസ്ഫിയറിനെ ഡിഫറെന്റ് ലെയേഴ്സ് ആയിട്ട് തിരിച്ചിരിക്കുന്നത്. അപ്പോ എന്താ പറയേണ്ടത്? ആ ലെയേഴ്സ് ആയിട്ട് തിരിച്ചിരിക്കുന്നതിലൂടെ ആ ഒരു ടെമ്പറേച്ചർ ചേഞ്ചും വരുന്നുണ്ട് ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് അല്ലേ? അപ്പോ അത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പൊ ആദ്യം ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ സ്കെയിൽ ഒന്ന് നോക്കുക. അപ്പൊ ഇവിടെ 0, 12, 50, 85, 500 പ്ലസ് ഇത് ആ ഒരു ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് ഒരു കിലോമീറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി എന്ന് പറയുന്നത് നമ്മൾ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് നമ്മൾ 4 പ്രധാനപ്പെട്ട തെർമൽ ലെയേഴ്സിലൂടെ കടന്നു പോകും. അപ്പോ അതിൽ ആദ്യം നമ്മൾ കടന്നു പോകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്, പിന്നെ നമ്മൾ എത്തുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്, അതിനുശേഷം നമ്മൾ മീസോസ്ഫിയറിൽ എത്തുന്നത്, അതിനുശേഷം ആ ഒരു തെർമോസ്ഫിയറിൽ എത്തുന്നു എന്നുള്ളത്. ഇനി ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കാണിച്ചേക്കുന്ന ഈ ഒരു റെഡ് ലൈൻ കണ്ടോ? ഈ സിഗ്സാഗ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു ലൈൻ, ഇത് റെപ്രസെന്റ് ചെയ്യുന്ന എന്തിനെയാണ്? ആ ഒരു ടെമ്പറേച്ചറിന്റെ ട്രെൻഡിനെയാണ് അതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു ലൈൻ പുറത്തേക്ക് നീങ്ങുന്നതനുസരിച്ച് നോക്ക്, ആ ഒരു ലൈൻ പുറത്തേക്ക് നീങ്ങുന്നതനുസരിച്ച്, ഇതാണല്ലോ ആ ഒരു ലൈൻ പുറത്തേക്ക് പോകുമെന്ന് പറയുന്നത്. അവിടെ സംഭവിക്കുന്നത് എന്താ? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക. ആ ലൈൻ അകത്തേക്ക് വരുന്നതനുസരിച്ച് എന്താ? ആ ഒരു ടെമ്പറേച്ചറോട് ഡിക്രീസ് ചെയ്യുന്നു. വീണ്ടും എന്താ പറയേണ്ടത്? പുറത്തേക്ക് പോകുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ റൈസ് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരു ട്രെൻഡ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സിഗ്സാഗ് ലൈൻ അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ വീണ്ടും എന്താ പറയേണ്ടത്? ആ ഒരു ഹൈറ്റ് കൂടുന്നതനുസരിച്ചാണ് ഈ ഒരു ഇതും കൂടി വരുന്നത്. നൗ കം ബാക്ക് ടു ട്രോപ്പോസ്ഫിയർ. ഈ ട്രോപ്പോസ്ഫിയർ ആണ് ആ ഒരു അറ്റ്മോസ്ഫിയറിന്റെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ലെയർ ആണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എവിടം വരെ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ഭൂമിയുടെ, നമ്മൾ ചവിട്ടി നടക്കുന്ന ഭൂമിയുടെ സർഫസ് മുതൽ തുടങ്ങി അപ്രോക്സിമേറ്റ്ലി
12 കിലോമീറ്റർ വരെയാണ് ഈ ഒരു ട്രോപ്പോസ്ഫിയർ ഉള്ളത്. അപ്പോ ഒരുപാടധികം ക്ലൗഡ്സ്, റെയിൻഫോൾ, സ്റ്റോം ആൻഡ് മറ്റനേകം വെതർ കണ്ടീഷൻസ് ഒക്കെ ഈ ഒരു ട്രോപ്പോസ്ഫിയറിക് ലെയറിലാണ് അതൊക്കെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഇമേജില് ക്ലൗഡും റെയിൻഫോളും എയർക്രാഫ്റ്റും ഒക്കെ കാണിച്ചിട്ടുള്ള. എയർക്രാഫ്റ്റും ഒക്കെ സാധാരണ ഈ ഒരു റേഞ്ചിൽ അത് പറക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ലെയറില് ടെമ്പറേച്ചർ, ഈ ഒരു ലെയറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഗ്രാജുവൽ ആയിട്ട് ഡിക്രീസ് ചെയ്യും ആ ഒരു ഹൈറ്റ് കൂടുന്നതനുസരിച്ച്. ഈ ട്രെൻഡ് നോക്കിയേ, ഈ ട്രെൻഡിന്റെ ലൈൻ അകത്തേക്കാണ് വരുന്നത് ഈ ഒരു ലൈനിൽ അല്ലേ. അപ്പൊ ഈ ഒരു ലൈനിൽ സംഭവിക്കുന്നത് ടെമ്പറേച്ചർ ഈ ഒരു ട്രോപ്പോസ്ഫിയറിന്റെ താഴെ മുതൽ ഏകദേശം 12 കിലോമീറ്റർ വരെ എന്ന് പറയുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്ന ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു ഹീറ്റ്, അതിന് ലഭിക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ഭൂമിയുടെ സർഫസിൽ നിന്നാണ് അതിന് ആ ഒരു ഹീറ്റ് ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് നമ്മൾ ഭൂമിയുടെ സർഫസിൽ നിന്ന് വിട്ട് പോവുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ജനറലി ആ ഒരു എയർ കോൾഡ് ആയിക്കൊണ്ടേയിരിക്കും. ഇനി ഇതിന്റെ ഈ ബൗണ്ടറി കണ്ടില്ലേ, ആ ഒരു ട്രോപ്പോപോസ് ആണ്. ഏകദേശം ഇത് ഈ ഒരു അപ്രോക്സിമേറ്റ്ലി 12 കിലോമീറ്റർ കഴിഞ്ഞ് പിന്നെ സ്ട്രാറ്റോസ്ഫിയർ തുടങ്ങുന്നത്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ബൗണ്ടറിക്കാണ് ട്രോപ്പോപോസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് സ്ട്രാറ്റോസ്ഫിയർ ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോ ഈ ഒരു ട്രോപ്പോസ്ഫിയറിന്റെ തൊട്ടു മുകളിലാണ് ഈ ഒരു സ്ട്രാറ്റോസ്ഫിയർ വരുന്നത്. ഇത് ജനറലി ഒരു 12 മുതൽ തുടങ്ങി 50 കിലോമീറ്റർ വരെ ഭൂമിയുടെ മുകളിലേക്ക് ഈ ഒരു ലെയർ തന്നെയാണുള്ളത്. അപ്പൊ ഈ ഒരു ലെയറിൽ ടെമ്പറേച്ചർ പാറ്റേൺ അങ്ങ് റിവേഴ്സ് ആകും. മനസ്സിലായോ? ടെമ്പറേച്ചർ, അപ്പൊ ആദ്യം നടന്നിരുന്ന ആ ഒരു ടെമ്പറേച്ചർ പാറ്റേൺ ട്രോപ്പോസ്ഫിയറിൽ എങ്ങനെയാണ് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കുറയുന്നത്. അപ്പൊ 12 കിലോമീറ്ററിന് ശേഷം സ്ട്രാറ്റോസ്ഫിയർ വരുന്നത്. അവിടെ ടെമ്പറേച്ചറിന് എന്താ സംഭവിക്കുന്നത്? അവിടെ ആ ഒരു 12-ൽ നിന്ന് 50-ലേക്ക് പോകുന്നതിന് ഇടയ്ക്ക് വെച്ച് അതിന്റെ ടെമ്പറേച്ചർ അവിടെ കൂടി കൊണ്ടുപോവുകയാണ്. അപ്പോ ഈ ഒരു ലെയറില് ടെമ്പറേച്ചർ പാറ്റേൺ റിവേഴ്സ് ആയി. കാരണം ടെമ്പറേച്ചർ വരികയാണ് ഹൈറ്റ് കൂടുന്നതനുസരിച്ച്. കാരണം എന്താണ്? ഓസോൺ ലെയർ ഇവിടെ ആ മുകളിലോട്ട് പോകുന്നതനുസരിച്ച് ആ ഒരു സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് റേഡിയേഷനെ ഓസോൺ അങ്ങ് അബ്സോർബ് ചെയ്യും. അപ്പോ ഈ അബ്സോർബ് ചെയ്തപ്പെടുന്ന ആ ഒരു സോളാർ എനർജി ഉണ്ടല്ലോ, അതാണ് അതിന്റെ ചുറ്റാകെയുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിനെ ചൂടാക്കുന്നത്. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല, ഈ ഒരു രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം, നമ്മുടെ ഓസോൺ ലെയർ ഇവിടെ ഇരിക്കുന്നത്, സൺലൈറ്റ് അവിടെ വരുന്നത്, അത് അതിനെ അങ്ങ് പിടിച്ചെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അതവിടെ കാണിക്കുന്നത്. ഇനി നമ്മൾ അതിന്റെ അപ്പർ ബൗണ്ടറിയിലേക്ക് വന്ന്, അതാണ് സ്ട്രാറ്റോപോസ് എന്ന് പറയുന്ന ഏകദേശം 50 കിലോമീറ്റർ മുകളിൽ എത്തുമ്പം സ്ട്രാറ്റോപോസ് ആയി. അതിന് മുകളിലാണ് നമുക്ക് മീസോസ്ഫിയർ കാണാനായിട്ട് സാധിക്കുക. അപ്പോ ഈ ഒരു മീസോസ്ഫിയർ ഏകദേശം 50 കിലോമീറ്റർ റേഞ്ചിൽ നിന്ന് തുടങ്ങി ഒരു 85 കിലോമീറ്റർ വരെ അങ്ങ് ഉയരത്തിലേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ വീണ്ടും കുറയുകയാണ് ചെയ്യുക. ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ഇവിടെ ടെമ്പറേച്ചർ അങ്ങ് കുറയുന്നു. ആ ഒരു ട്രെൻഡ് വീണ്ടും അവിടെ ഓപ്പോസിറ്റ് ആയത് കണ്ടില്ലേ. അപ്പോ ഇതിന്റെ ആ ഒരു അപ്പർ പാർട്ട് എന്ന് പറയുന്നത്, മീസോസ്ഫിയറിന്റെ അപ്പർ പാർട്ട് ഇസ് therefore one of the coldest regions of the atmosphere. അപ്പൊ ഈ മീസോസ്ഫിയർ ഏകദേശം 85 കിലോമീറ്റർ വരെ നമ്മൾ പറയുന്നില്ലേ, ഏകദേശം ആ ഒരു റേഞ്ചിൽ എത്തുമ്പോഴാണ് ഈ അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും തണുപ്പേറിയ ഭാഗം എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇനി അതിന്റെ മുകളിലെ ആ ഒരു ബൗണ്ടറിക്കാണ് മീസോപോസ് എന്ന് പറയുന്നത്, ഏകദേശം ആ ഒരു 85 കിലോമീറ്റർ റേഞ്ചിൽ. ഇനി ഞാൻ പറയാതെ തന്നെ ടെമ്പറേച്ചറിന് എന്താണ് സംഭവിക്കുന്നത് നമുക്കത് അറിയാം അല്ലേ. ടെമ്പറേച്ചർ അവിടെ ഇൻക്രീസിങ് ട്രെൻഡിലേക്കാണ് അവിടെ പോയിരിക്കുന്നത്. ആൻഡ് ഇത് 85 കിലോമീറ്ററിൽ തുടങ്ങി പിന്നെ അങ്ങനെ പോവേ. ഓക്കെ, അപ്പൊ ഈ ഒരു ലെയറില് ടെമ്പറേച്ചർ വളരെ സ്ട്രോങ് ആയിട്ട് കൂടും ഹൈറ്റ് കൂടുന്നതനുസരിച്ച്. ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ബിക്കോസ് ഓഫ് ദ സ്മോൾ നമ്പർ ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾസ്. അപ്പൊ ഈ ചെറിയ നമ്പർ ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾസ് മാത്രമാണ് അവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. ആൻഡ് ദീസ് അബ്സോർബ് ഹൈ എനർജി റേഡിയേഷൻ ഫ്രം ദ സൺ.
അവിടെ പ്രസന്റ് ആയിട്ടുള്ള ആ ഒരു ചെറിയ ഗ്യാസ് പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, അത് ആ ഒരു സണ്ണിലെ ഹൈ എനർജി റേഡിയേഷനെ അതങ്ങ് അബ്സോർബ് ചെയ്യും. അപ്പോ അതിനകത്ത് ആ ഒരു എന്താ പറയേണ്ടത്, അൾട്രാ വയലറ്റ് റേസ് ഉൾപ്പെടെ എക്സ്റേസ് ഉൾപ്പെടെ കംപ്ലീറ്റ് അവിടെ അബ്സോർബ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോ നമുക്ക് ഈ ഒരു ലെയറിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാം, ഇതാണ് ആ ഒരു അറോറ എന്ന് പറയുന്നതും ഈ ഒരു സാറ്റലൈറ്റും ഒക്കെ ഇവിടെ കാണുന്നല്ലേ. അപ്പൊ ഇതാണ് ആ ഒരു അറ്റ്മോസ്ഫിയറിക് റീജിയൻ എന്ന് നമുക്ക് മനസ്സിലാക്കണം. ആൻഡ് ഇവിടെ നമ്മൾ ഈ പോസസിന്റെ കാര്യം നമ്മൾ നോക്കിയല്ലേ. പോസസ് എന്ന് പറയുന്നത് ദീസ് ആർ ബൗണ്ടറീസ്. ആ ഓരോ തെർമൽ ലെയേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറീസ് ആണ്. അതിന്റെ പേരുകൾ ഓർത്തു വെച്ചോളൂ. ഓക്കെ, അപ്പോ ഈ ഓരോ പ്രോസസ്സിലാണ് ആ ഒരു ടെമ്പറേച്ചർ റിവേഴ്സായി. ഇപ്പൊ ടെമ്പറേച്ചറിന്റെ നമുക്കറിയാം, ആദ്യം ഇൻക്രീസിങ് ട്രെൻഡ്, രണ്ടാമത്തെ ഡിക്രീസിങ് ട്രെൻഡ്, മൂന്നാമത്തെ വീണ്ടും ഇൻക്രീസിങ്, നാലാമത്തത് വീണ്ടും ഡിക്രീസിങ് ട്രെൻഡ് അവിടെ വരുന്നത്. ആൻഡ് ഈ ഒരു അടുക്ക് നമ്മൾ ഓർത്ത് വെച്ചോളുക. ആദ്യം ട്രോപ്പോസ്ഫിയർ, പിന്നെ സ്ട്രാറ്റോസ്ഫിയർ, പിന്നെ മീസോസ്ഫിയർ, പിന്നെയാണ് തെർമോസ്ഫിയർ. അത് നമ്മൾ ഓർത്ത് വെക്കുമ്പോൾ ടെമ്പറേച്ചർ ഏതൊക്കെ ഏരിയാസിൽ കുറയുന്നു, എവിടെയൊക്കെ കൂടുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഇത് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടെങ്കിലും 12 കിലോമീറ്റർ, 50 കിലോമീറ്റർ, 85 കിലോമീറ്ററും പിന്നെ അതിന് മുകളിലേക്കും എന്നുള്ളതും കൂടെ നമ്മൾ ഓർത്തോളുക. അപ്പോ ആദ്യം ഒരു ഡിക്രീസിങ് ട്രെൻഡ്, പിന്നെ ഒരു ഇൻക്രീസിങ് ട്രെൻഡ്, പിന്നെ ഒരു ഡിക്രീസിങ്, പിന്നെ ഒരു ഇൻക്രീസിങ്. അതാണ് ആ ഒരു ടെമ്പറേച്ചറിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഐ ഹോപ്പ് ഇത് ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ആ ഒരു ഘടന നമ്മുടെ സിലബസിൽ പറയുന്ന അനുസരിച്ച് വ്യക്തമായി നമ്മൾ അതിനെ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ഏകദേശം ഇതേപോലെയാണ് നമ്മുടെ എല്ലാ ക്ലാസ്സസും നടക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ ക്ലാസ്സസും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഇതേപോലെയാണ്. ഇപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു കോൺസെപ്റ്റുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ എഴുതിയ നോട്ട്സ്. ആൻഡ് എന്താ പറയേണ്ടത്, ഓരോ നോട്ട്സിനും അല്ലെങ്കിൽ ഓരോ മോഡ്യൂൾസിനും 100-ൽ പരം ചോദ്യങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോ ഇതേപോലെ ഈ ലെസൺസ് നിങ്ങൾക്ക് കണ്ടും വായിച്ചും ഈ ടെസ്റ്റുകളും ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം എന്ന് ഉള്ള ആ ഒരു താല്പര്യക്കാരാണെങ്കിൽ എന്നെ ഒന്ന് പേഴ്സണൽ ആയിട്ട് കോൺടാക്ട് ചെയ്തോളൂ. നമ്മുടെ ഗോൾഡ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ വൺസ് അഗെയിൻ, thank you very much for watching this class and you have an excellent day ahead. See you.